നിലമ്പൂർ ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയങ്ങളെ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ മുന്നണികളിൽ ആരൊക്കെ ആവാനാണ് സാധ്യത? മുന്നണികളിൽ കോൺഗ്രസ് UDFന്റെ മുന്നണിയിൽ 2 സ്ഥാനാർത്ഥിക്കാണ് സാധ്യത. ഒന്ന് ആര്യടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ ജോയി DCC പ്രസിഡന്റ്. ആര് നിന്നാലായിരിക്കും വിജയ സാധ്യത കൂടുതൽ? ആര്യടൻ ഷൗക്കത്ത് നിന്നാലാണ് വിജയ സാധ്യത കൂടുതൽ. LDFന് എങ്ങനെയാണ് ഇവിടെ സ്വാധീനം? LDFന് സ്വാധീനമുണ്ട്. അതേസമയം LDFന്റെ മുന്നണി വോട്ടിൽ LDF വിജയിക്കൂല. ഏതെങ്കിലും ഒരു പൈസക്കാരനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് അല്ലെങ്കിൽ അതിന് പറ്റിയ പേഴ്സണൽ വോട്ടില്ല, ഒരു 10-25,000 വോട്ട് പേഴ്സണൽ വോട്ടില്ല ഒരാളെ പിന്തുണയോട് കൂടിയിട്ട് LDFന് ജയിച്ചു വരാൻ പറ്റുള്ളൂ. സ്ഥാനാർത്ഥിയാവാന്ന് പറഞ്ഞാൽ UDF ഓൾറെഡി ഉണ്ട്. ആര്യൻ ഷൗക്കത്ത് നിന്നാണ് കേൾക്കുന്നുണ്ട്, PM ജോയിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ LDFൽ അങ്ങനെ കേൾക്കുന്നില്ല. അതൊരു സസ്പെൻസ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്, ആരാണെന്നറിയില്ല. പക്ഷെ പൊതുവെ ഇലക്ഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ UDFന്റെ മണ്ഡലമാണത്. ഒരു പ്രാവശ്യം, ഇപ്പൊ 2 പ്രാവശ്യമാണ് അൻവർ ഇതിൽ വന്നുള്ളത്. ഞാനൊരു LDF അനുഭാവിയാണ്. അപ്പോൾ 2 പ്രാവശ്യവും പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ മത്സരിച്ച് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 8 കൊല്ലം അയാൾ ഭരിച്ചിട്ടുണ്ട്. അതിന് ഓൻ ജയിപ്പിച്ചു, ഓൻ ഇട്ടറി ഓൻ്റെ പണിയൊക്കെ ഓൻ പോയി. പിന്നെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് വരുന്നത് ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ പോകും, ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോകില്ല. അൻവറിനോടുള്ള ഒരു അല്ലെങ്കിൽ വിദ്വേഷമാണോ? അൻവർ നിൽക്കുകയാണെങ്കിലും അല്ല ഡീസന്റ് ആണെങ്കിലും വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അത് എത്ര തലം മറിച്ചത്. അപ്പൊ ഓനും ബുദ്ധി മറിച്ചതാണോ എന്താ അറിയാൻ പറ്റില്ല. ഇനിയിപ്പം നിലമ്പൂര് മുന്നണികളിൽ ആരൊക്കെ സ്ഥാനാർത്ഥി? UDFൽ ആര് സ്ഥാനാർത്ഥി ആവാനാണ് സാധ്യത? അതുപോലെ തന്നെ LDFൽ ആര് സ്ഥാനാർത്ഥി ആവാനാണ് സാധ്യത? ഇനിയിപ്പോ ഇതില് കോൺഗ്രസിൽ ഇപ്പൊ നിൽക്കുന്ന വാപ്പുട്ടിയാണെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ജോയിയാണെന്ന് പറയുന്നത്. ആര് നിന്നാലായിരിക്കും വിജയ സാധ്യത കൂടുതൽ നിലമ്പൂര്? ചിലപ്പോ വാപ്പുട്ടി നിന്നാ ജയിച്ചുകൂടാ ഇല്ല. ജോയിപ്പോ നിന്ന് അങ്ങനെ അല്ലാതായിട്ടുള്ള ഇല്ല. വാപ്പുട്ടി അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ വാപ്പുട്ടിനെ നിർത്തൂ, അങ്ങനെ അഭിപ്രായമാണ്. PV അൻവറിന്റെ ഇപ്പൊ വരവ്, അതായത് കോൺഗ്രസിലോട്ടുള്ള വരവ് അപ്പൊ കോൺഗ്രസിന് ഗുണം ചെയ്യുന്നുണ്ടോ? PV അൻവർ കോൺഗ്രസിലേക്കുള്ള വരവ്, അതായത് തെരഞ്ഞെടുപ്പില് കേട്ടില്ല. ഇതേമാതിരിക്ക് നീ ഞങ്ങൾക്ക് ഇട്ടെറിഞ്ഞ് പോലെ ഞങ്ങൾക്ക് ഇതിങ്ങനെ നടക്കുക, വോട്ട് ചെയ്യുക, ഒരു ദിവസം മെനക്കെട്ട് ഇങ്ങനെ പോവുക, അത് ചേട്ടൻ എന്താ കാര്യമുള്ള ഞങ്ങൾക്ക്. അപ്പോൾ അറ്റം പറിക്കുക, അങ്ങോട്ട് ചെയ്യുക ഇങ്ങോട്ട് ചെയ്യുക, നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് വരിക, അതിന് പണം ചിലവാക്കുക, അത് ഞങ്ങളെടുത്ത് ഈടാക്കും ചെയ്യുക. അത്രയേ ഉള്ളൂ. നമുക്കുള്ളൂ. നമ്മൾ വോട്ട് ചെയ്യാൻ പോകില്ല, നമ്മൾ പോകില്ല. ഇവലെ ഈ നാടകത്തിൽ നമ്മൾ നോക്കില്ല. ആര്യടൻ ഷൗക്കത്തിനെ UDFനെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ആര്യടൻ ഷൗക്കത്ത് LDFനെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളൊരു വാർത്ത പരക്കുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താണ് മറുപടി പറയാനുള്ളത്? അയാളുടെ വാപ്പ നിലമ്പൂർ അടുത്ത വർഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പാർട്ടി പറഞ്ഞ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇയാളെയാണ് പാർട്ടി തീരുമാനിക്കണം അല്ലെങ്കിൽ മുന്നണി തീരുമാനിക്കണമെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യും. ഇപ്പൊ BJP മത്സര രംഗത്തുണ്ട്. അതായത് ക്രിസ്ത്യൻ വോട്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനോട് എന്താ അഭിപ്രായം? BJPക്ക് ഇവിടെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ക്രിസ്ത്യൻസിന്റെ 20% ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് നിലമ്പൂരിൽ വരുന്നുണ്ട്. അപ്പം അത് അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമോ? എന്താണ് തോന്നുന്നത്? എന്തായാലും ഒരു വർഗീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ ഞാൻ ആരെയും പ്രേരിപ്പിക്കില്ല, ഞാൻ ചെയ്യൂല.